യോഗത്തിന് പോയി, DC യോഗത്തിൽ പിന്നീട് പങ്കെടുക്കുന്ന, പക്ഷേ അവർ DC പങ്കെടുത്തു. DC യോഗത്തിൽ പോയി. ആ DC യോഗത്തിൽ ഞാനാണ് അധ്യക്ഷം വഹിക്കുന്നത്. അധ്യക്ഷം വഹിച്ചത് ഞാനാണ്. എൻ്റെ അധ്യക്ഷതയിലാണ് DC യോഗം ചെയ്തത്. അവിടെ രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നു. DC-യിൽ അവർ DC മെമ്പർമാർ. ഞാനാണ് അധ്യക്ഷൻ. എൻ്റെ അടുത്ത് ഗോവിന്ദ മാഷ് ഇരിക്കുന്നത്. ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു, മാഷ് ഒരു കാര്യം, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഒന്ന് നിയന്ത്രിച്ചോട്ടെ. കാരണം അത്രയും വലിയ ചർച്ചയാണ്, ഭയങ്കരമായ ചർച്ചയാണ്. ഞാനൊന്ന് മാഷ് പറഞ്ഞു വേണ്ട, ഒരു നടത്തിക്കോട്ടെ. അത്രയും വലിയ ചർച്ച അവിടെ നടന്നു. അത് കഴിഞ്ഞ് മണ്ഡലം കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ജനാധിപത്യ രീതിയാണ്, മണ്ഡലം കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണം. മണ്ഡലം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. അവിടെ പങ്കെടുത്ത ആളെ കൂട്ടത്തിൽ 3 പേരൊഴികെ, മണ്ഡലം കമ്മിറ്റിയിൽ 3 പേരൊഴികെ മുഴുവൻ ആളുകളും രൂക്ഷമായ വിമർശനം എത്തി ഗോവിന്ദ മാഷ് ഇരുത്തിക്കൊണ്ട്. ആരൊക്കെയുണ്ട്? MV ജയരാജൻ, P ജയരാജൻ, KK രാഗേഷ്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവിടെ MV മാഷ് യഥാർത്ഥത്തിൽ ആ യോഗത്തിൽ പോട്ടെ, കാര്യം തന്നെയില്ല. പക്ഷേ അയാൾ പോയി നല്ലോണം കേട്ടു. മുഴുവൻ ഇന്ന് വരെ ഇത്രയും രൂക്ഷമായ വിമർശനം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായില്ല. പ്രത്യേകിച്ച് നേതാക്കന്മാർ ഇരുത്തി ഇത്രയും വലിയ വിമർശനം ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ വിമർശനം എല്ലാം കേട്ടു. ഇതെല്ലാം കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. പിന്നെ ഒക്കെ അങ്ങനെ പിന്നെ അതിലൊന്നും മാറ്റം വരലുണ്ടാവില്ല. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം നേട്ട നല്ല രീതി തന്നെയാണ്. പക്ഷേ അവിടെ പറഞ്ഞു കേട്ട അഭിപ്രായമൊന്നും പാർട്ടി പരിഗണിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായം, ജില്ലാ അഭിപ്രായം കേട്ടാൽ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ സ്ഥാനാർത്ഥി മാറേണ്ടതാണ്. അതെല്ലാം പോട്ടെ, അവസാനം DC-യുടെ അഭിപ്രായം കേട്ടാലെങ്കിലും സ്ഥാനാർത്ഥി മാറേണ്ടതാണ്. എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു മാറും. കാരണം അപകടമാണ്, തളിപ്പുമ്പോൾ തോൽക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, തളിപ്പുമ്പോൾ പിടിച്ച് നമുക്ക് കിട്ടില്ല. അതൊന്നും അംഗീകരിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ രീതി പ്രകാരമാണെങ്കിൽ മണ്ഡലം കമ്മിറ്റിയിൽ ഒറ്റക്കെട്ട അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ പുനഃപരിശോധിക്കണമെന്നാണ്. അങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. വാർഡ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. വാർഡ് കമ്മിറ്റിയിൽ നിന്ന് വലിയ തോതിൽ എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പുനഃപരിശോധിക്കുന്ന സ്ഥാനാർത്ഥിനെന്നാണ്. എന്നാൽ ഈ മണ്ഡലം കമ്മിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു പുനഃപരിശോധനയും പാർട്ടിയിലുണ്ടായില്ല. ഇതായിട്ട് ശരിപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇനി ഈ പാർട്ടിയിൽ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാം. കാരണം അത് പറഞ്ഞതുകൊണ്ട് അത് വളരെ വൈകാരികമായൊരു പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച്. കാരണം 10-60 വർഷക്കാലം, 10-55 വർഷക്കാലം മെമ്പർഷിപ്പിലും അതിൽ 25 വയസ്സ് മുതൽ നേതൃസ്ഥാനത്തും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പാർട്ടി നേതൃസ്ഥാനത്ത് 25 വയസ്സ് മുതൽ. എനിക്ക് ഈ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ബന്ധമാണ്. ജില്ലയിലെ മൊത്തം ജില്ലയുടെ, പ്രത്യേകിച്ചും തളിപ്പറമ്പ്, മയ്യിൽ, ആലക്കോട്, ശ്രീകണ്ഠാപുരം തുടങ്ങിയിട്ടുള്ള ഏരിയയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരാളും ഞാനുമായിട്ട് അത്രയും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കപ്പെടും. കാരണം ഞാൻ പാർട്ടിക്കാരനല്ല. എന്നെ ജനങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കാരനായതുകൊണ്ടാണ്. ജനങ്ങളായിട്ടുള്ള എൻ്റെ ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ പാർട്ടിക്കാരനായതുകൊണ്ടാണ്. അതെല്ലാമാണ് എനിക്ക് ഉപേക്ഷിക്കേണ്ടത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവേണ്ടുന്ന ചില ധാർമ്മികതയുണ്ട്, ചില നീതിബോധമുണ്ട്. അത് നിലനിർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. പിന്നെ ഞാൻ തീരുമാനിക്കും ആരാ സ്ഥാനാർത്ഥി, എൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ അതുതന്നെ തീരുമാനം എന്ന നില വരുന്നത് പാർട്ടിയെ തകർക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.